നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ആദ്യം തിരഞ്ഞെടുപ്പ് വിശേഷം. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. സ്നേഹത്തിൻ നിറകുടം, സുഗന്ധത്തിൻ ഉറവിടം, ക്യൂട്ടി ബ്യൂട്ടി സോപ്പ്. മത്സരത്തിന് സന്നാഹം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ യഥാർത്ഥ സ്ഥാനാർത്ഥി ചിത്രം ഇന്നറിയാം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം വൈകിട്ട് 3 വരെ. വിമതരെയും അപരന്മാരെയും പിന്തിരിപ്പിക്കാൻ അവസാനവട്ട ശ്രമത്തിൽ മുന്നണികൾ. UDFന് മിക്ക മണ്ഡലങ്ങളിലും അപരന്മാർ. വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ സംസ്ഥാന പര്യടനത്തിന്റെ തിരക്കിൽ പ്രമുഖ നേതാക്കൾ. VSന്റെ പര്യടനം ഇന്ന് കൊല്ലത്തും പിണറായി കണ്ണൂരിലും. ഇന്നലെ കാസർഗോഡ് ആരംഭിച്ച AK ആന്റണിയുടെ പര്യടനം ഇന്ന് കണ്ണൂരിലെത്തും. യെച്ചൂരിയും കാരാട്ടും പ്രചരണ തിരക്കിൽ. അതേസമയം സുരക്ഷിത പോളിംഗിന് ഒരുക്കങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുന്നണി നേതാക്കളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചർച്ച. സുരക്ഷാ വിന്യാസത്തിനായി 935 അംഗ കേന്ദ്രസേനയും സംസ്ഥാനത്ത്. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. സ്നേഹത്തിൻ നിറകുടം, സുഗന്ധത്തിൻ ഉറവിടം, ക്യൂട്ടി ബ്യൂട്ടി സോപ്പ്. വേനലിൽ ഉരുകി കേരളം. സംസ്ഥാനത്തെ കൊടും ചൂടിന് ശമനമില്ല. ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കോഴിക്കോട്ടും പാലക്കാട്ടും കനത്ത ജാഗ്രതാ നിർദ്ദേശം. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 വരെ പുറം ജോലികൾക്ക് കടുത്ത നിയന്ത്രണം. പാലക്കാട് ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില 41.6 ഡിഗ്രി. കണ്ണൂരും പുനലൂരും ഉരുകി തന്നെ. കൊടും ചൂട് കണക്കിലെടുത്ത് കോട്ടയത്തും കോഴിക്കോട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോട്ടയത്ത് 5 വരെയും കോഴിക്കോട്ട് മെയ് 8 വരെയും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അതേസമയം ബുധനാഴ്ചയോടുകൂടി കേരളത്തിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കേരളത്തെ വറചട്ടിയിലാക്കിയ കൊടും ചൂടിന് കാരണമായ എൽനിനോ പ്രതിഭാസം 1950 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും തീവ്രതയേറിയ രൂപത്തിലെന്ന് UN കാലാവസ്ഥാ വിഭാഗം WMO. ചിറകുള്ള കുരുക്കുകൾ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വിവാദ ഇടപാടിൽ ഉന്നതർക്ക് കുരുക്കുമുറുക്കി CBI. കേസിൽ മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗി ചോദ്യം ചെയ്യലിന് CBI ആസ്ഥാനത്ത്. ബന്ധുക്കളായ ഇടനിലക്കാർ വഴി ഇറ്റാലിയൻ കമ്പനിയിൽ നിന്നുള്ള കോഴപ്പണം ത്യാഗിയുടെ അക്കൗണ്ടിൽ എത്തിയതായി കണ്ടെത്തൽ. 2005 മാർച്ചിൽ VVIP കോപ്റ്ററുകളുടെ സാങ്കേതിക മികവ് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്ത യോഗത്തിൽ ത്യാഗിക്ക് പങ്കുണ്ടെന്ന് CBI. ഇടപാടുമായി ബന്ധപ്പെട്ട് റിട്ടയർഡ് എയർ മാർഷൽ JS ഗുജറാൾ ഉൾപ്പെടെ പ്രമുഖരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസം. അതേസമയം വിവാദ ഇടപാടിൽ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ ഇന്ന് ലോക്സഭയിൽ പ്രസ്താവന നടത്തും. പണം കൈപ്പറ്റിയത് ആരെന്ന് വ്യക്തമാക്കേണ്ടത് മുൻ UPA സർക്കാരെന്ന് BJP. അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കാൻ മോദി സർക്കാരിനെ വെല്ലുവിളിച്ച് കോൺഗ്രസ്. കനലാകുന്ന കാട്. ഉത്തരാഖണ്ഡിൽ കത്തിപ്പടരുന്ന കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടർച്ച. ദിവസങ്ങളായി തുടരുന്ന അഗ്നിബാധയിൽ ഇതിനകം 3000 ഹെക്ടറിലധികം വനം കത്തി നശിച്ചു. തീയിലകപ്പെട്ട് മരിച്ചത് 7 പേർ. നിരവധി പേർക്ക് പരിക്ക്. 2 ദിവസത്തിനകം തീ അണയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ. അതേസമയം കാട്ടുതീ ജമ്മു കാശ്മീരിലേക്കും ഹിമാചൽ പ്രദേശിലേക്കും പടരുന്നതായി റിപ്പോർട്ടുകൾ. ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും അഗ്നിശമന സേനയുടെയും നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. വനാഗ്നി വൻ നാശനഷ്ടം വിതച്ചത് ചമോലി, രുദ്രപ്രയാഗ്, അൽമോറ മേഖലകളിൽ. കടുത്ത വേനലും ശക്തമായ കാറ്റും തീ പടരാൻ കാരണമാകുന്നതായി അധികൃതർ. തീ നിയന്ത്രണ വിധേയമാക്കാൻ 5 കോടി രൂപ ഉത്തരാഖണ്ഡിന് അനുവദിച്ചതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. സ്ഥിതി വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.